ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ റോസിനെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതുപോലെ നന്നായിട്ട് ഫ്ലവറൊക്കെ ഉണ്ടാകാനായിട്ട് എങ്ങനെയാണ് റോസ് നടുന്നതെന്ന് നമുക്ക് നോക്കാം. നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന റോസില്ലേ, ആ റോസ് എങ്ങനെയാണ് ശരിക്ക് നടുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ബട്ടർ റോസ് ആയാലും നാടൻ റോസ് ആയാലും നമ്മൾ നടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചെടി പിടിച്ചു കിട്ടില്ല. പലരും അങ്ങനെയാണ് നഴ്സറിയിൽ നിന്ന് റോസ് വെച്ചിട്ട് പിടിക്കുന്നില്ല എന്ന് പറയാറുണ്ട്. ഇതിപ്പോൾ ബട്ടൺ റോസ് ആണ് കേട്ടോ. അത് നാടൻ റോസ് എന്ന് വെച്ചാൽ കൊമ്പ് കുത്തി പിടിപ്പിച്ച് വരുന്ന റോസാണ്, ബട്ടർ റോസ് അല്ല. ഇതും അങ്ങനെ തന്നെയുള്ള ഒരു റോസാണ്. അപ്പോൾ നാടനായാലും ബഡായാലും നഴ്സറിയിൽ ഇങ്ങനത്തെ കവറിൽ അല്ലെങ്കിൽ ചട്ടിയിലൊക്കെ ആയിരിക്കും നമുക്ക് പ്ലാന്റ്സ് കിട്ടുക. കവറിലായാലും ചട്ടിയിലായാലും പ്ലാന്റ് ഒന്ന് തന്നെ ആയിരിക്കും. ചട്ടിയിൽ വെക്കുമ്പോൾ അവർ കുറച്ച് കാശ് കൂടുതൽ മേടിക്കുന്നു മാത്രം. അപ്പം നമ്മൾ കവറിലുള്ള പ്ലാന്റ്സ് നോക്കി വാങ്ങിച്ചാൽ നല്ലത് തന്നെയാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നോക്കി വാങ്ങിക്കുക. എന്നിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ട് വന്നിട്ട് ഒരു 2 ദിവസമൊക്കെ വെക്കുക. ഇതിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ പ്ലാന്റ് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുക. അപ്പോൾ കുറച്ച് ദിവസം ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് നമുക്ക് കണ്ട് മതിയാവുമ്പോൾ നമുക്ക് പ്ലാന്റ് ഒന്ന് പോട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു വൈറ്റ് ആണ് കേട്ടോ. കുറേ നാളായി ഞാൻ ഈ റോസ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. പണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് പോട്ട് ചെയ്യുന്നതിനൊക്കെ മുമ്പായിട്ട് നമുക്കൊന്ന് നനച്ചു കൊടുക്കാം കേട്ടോ. പോട്ടിംഗ് മിക്സ് എന്തായാലും നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ കവറ് നന്നായിട്ട് നനച്ചു കൊടുക്കാം. എന്നാലാണ് വേര് പൊട്ടാണ്ട് നമുക്ക് കവറിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ ഒരു ചെടി, ഒരു റോസ് നടാനുള്ള പോട്ടി മിക്സ് ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാൻ ചേർക്കുന്നത്. ഇത് നമ്മുടെ പറമ്പിലെ മണ്ണാണിത്. ചുവന്ന മണ്ണാണ്. ഇവിടെയൊക്കെ ചുവന്ന മണ്ണാണ്. അതിൽ ചെറിയ ചെറിയ ചളി പോലത്തെ ഇതൊക്കെ ഉള്ളതാണ് ഇവിടുത്തെ മണ്ണ്. നിങ്ങൾ പോട്ട് ചെയ്യാനായിട്ടുള്ള മണ്ണ് നിങ്ങളുടെ ഗാർഡൻ സോയിൽ എടുക്കുക. വേസ്റ്റ് കമ്പോസ്റ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മുടെ അടുക്കള മാലിന്യം സംസ്കരിച്ചുണ്ടാകുന്ന കമ്പോസ്റ്റാണിത്. ഇത് കിട്ടിയാൽ നിങ്ങൾക്ക് വെർമി കമ്പോസ്റ്റ് എടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ഇതാണ് ചകിരിച്ചോറ്. കുറച്ച് ചകിരിച്ചോറ് റോസിന് ചേർത്ത് കൊടുക്കണം. അധികം ഓവറാവാൻ പാടില്ല. വെള്ളക്കെട്ട് ഉണ്ടായാലും റോസ് ചെയ്യും. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഒരു പിടി, ഒരു റോസ വലിയ റോസിന് ഞാനൊരു വലിയ പിടി എടുത്തിട്ടുണ്ട്. ചെറിയ റോസിനൊരു ചെറിയ പിടി എടുത്താൽ മതി. ഇത് പെർലൈറ്റ് ആണ് കേട്ടോ. പോട്ടി മിക്സ് കട്ട പിടിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ എത്ര ഐറ്റംസ് ഉണ്ടെന്ന് നോക്കിയാൽ 1, 2, 3, 4, 5 ഐറ്റംസ് ആണ് റോസ് നടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ റോസിൻ്റെ വീഡിയോ കാണുന്നവരിൽ അഡീനിയൻ ചെടികൾ വളർത്തുന്നവരുണ്ടെങ്കിൽ ചാനലിലൊന്ന് കയറി നോക്കുക. അഡീനിയൻ ചെടികളെ പറ്റി കുറേ അധികം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ടും അഡീനിയൻ ചെടികളെയാണ് വളർത്തുന്നത്. എന്നാലും ചെറിയ രീതിയിൽ മറ്റു ചെടികൾ ഞാൻ വളർത്താറുണ്ട്. വലിയ റോസ് നടാനായിട്ട് ഞാൻ ഒരു മണ്ണിൻ്റെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. വലിയ ചട്ടിയൊന്നുമല്ല, ഒരു മീഡിയം സൈസ് ചട്ടിയാണ്. അതിൻ്റെ അടിയിൽ ഞാൻ കുറേ കല്ലും കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ്. നല്ല ഹോളുള്ള ചട്ടിയാണ് എടുക്കാണ്ട. ഹോളില്ലാത്ത ചട്ടിയിൽ ചെടി നടുന്നത്. അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. പിന്നീട് കട്ട് ചെയ്ത് കളയാം. കവർ കീഴിൽ നമുക്ക് ഈ ചെടിയൊന്ന് പുറത്തിട്ട് അടിയിൽ നിന്ന് മണ്ണ് മാറ്റി കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. വേരുകൾ പൊട്ടിപ്പോകും. വെള്ളത്തിൽ കുതിർത്തിട്ട് ഇട്ടാൽ വേര് പൊട്ടാതെ നമുക്ക് കിട്ടും. ഒരു ഫ്ലവർ കട്ട് ചെയ്യാൻ മറന്നുപോയതാണ്. വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിൽ കട്ട് ചെയ്യാനായിട്ട് മറന്നുപോയതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ
എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പോട്ട് ചെയ്യാം. ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള മണ്ണ് കുറച്ചും കൂടി പൊക്കി വെക്കാന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് കുറച്ചും കൂടി മണ്ണ് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള മണ്ണ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അടുത്ത പ്ലാന്റ് ഇതേപോലെ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് മണ്ണൊക്കെ കളഞ്ഞിട്ട് നടാം. ബഡ് റോസ് ആകുമ്പോൾ അതിൽ ബഡ് ചെയ്ത ഭാഗം ഉണ്ടാവും, ഒരു ടേപ്പ് ചുറ്റിയ ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഭാഗത്തിന് താഴെ വരെ മാത്രം മണ്ണിടാൻ പാടുള്ളൂ കേട്ടോ. അത് മണ്ണിൻ്റെ അടിയിൽ പോകാതെ നോക്കണം. അതിൻ്റെ അടിയിൽ നിന്ന് വരുന്ന മുകുളങ്ങളൊക്കെ ചട്ടികളിൽ നടുമ്പോൾ ഒരുപാട് വലിയ ചട്ടികളിൽ നടാതിരിക്കുക. റോസ് വളരുന്നതിനനുസരിച്ച് റീപോർട്ട് ചെയ്യുമ്പോൾ ചട്ടി മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് പിന്നെ ചെയ്യാനുള്ളത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കണം, എന്നാലാണ് പൂക്കളൊക്കെ ഉണ്ടാവും. 2 പ്ലാന്റ് ഇപ്പോൾ നട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ മണ്ണ് ഉണങ്ങിയാൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാട് വേര് പിടിക്കുന്നതിനൊക്കെ മുമ്പ് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ ചെടി പിടിച്ച് വരില്ല, പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകും. അപ്പോൾ വേര് പിടിക്കുന്നത് വരെ നമ്മൾ വെള്ളം ഒഴിക്കുന്നതെന്ന് കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനലൊന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടാം. താങ്ക് യു.